നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ജൂൺ 7 മുതൽ 9 നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം വരാൻ പോവുകയാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നും അവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുന്നതെന്നുമാണ് നമ്മൾ പറയുന്നത്. ഈ ജൂൺ 7 തീയതി എന്ന് പറയുമ്പോൾ ബുധൻ ഇടവത്തിലേക്ക് മാറുന്ന ഒരു സമയമാണ്. ഗുരുവും ചന്ദ്രനും മകരത്തില് തുടരുന്നത് കൊണ്ടുമാണ് ഈ 9 നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം വന്നു ചേരുന്നത്. ഒരു വ്യക്തിയുടെ ഗ്രഹനിലയില് ബുധഗ്രഹം ഏറ്റവും ഗുണസ്ഥാനത്ത് നിൽക്കുകയും മറ്റു ഗ്രഹങ്ങൾ അനുകൂലകരമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഗജകേസരി യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഗജകേസരി യോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗജകേസരി യോഗം സൃഷ്ടിക്കുന്ന ബുധഗ്രഹത്തിന്റെ ഒരു രാശിമാറ്റമാണ്. ഗജകേസരി യോഗത്തിലെ എല്ലാ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ബുദ്ധിയുടെയും ശക്തിയുടെയും വിജയത്തിന്റെയും കാരകനായിട്ടാണ് ബുധനെ കാണുന്നത്. അപ്പോൾ ഈ ഗജകേസരി യോഗത്തിൽ ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ഭവിക്കുന്ന യോഗം കൂടിയാണ് ഗജകേസരി യോഗം. ബുധഗ്രഹത്തിന്റെ രാശിമാറ്റമാണ് ഒരാളിൽ ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗ്യം വരുന്ന ഗജകേസരി യോഗമുള്ള രാശിക്കാരെ, ആ നക്ഷത്രക്കാരെ ആരൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ആദ്യമായിട്ട് വരുന്നത് ഇടവം രാശിയിലുള്ള കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകയിരത്തിന്റെ ആദ്യ പകുതിയും വരുന്ന ഇടവക്കൂറ് ഈ നക്ഷത്രക്കാർക്കാണ്. ഇതിലുള്ള നക്ഷത്രക്കാർക്കാണ് ബുധന്റെ രാശിമാറ്റം മൂലം ഗജകേസരി യോഗത്തിലെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത്. തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങള് വന്നു ഭവിക്കുന്നതിനോടൊപ്പം വിജയങ്ങളും ഉണ്ടാകുന്നതാണ്. രോഗദുരിതങ്ങളൊക്കെ അകന്ന് ആയുരാരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആനന്ദകരമായിട്ടുള്ള സമാധാനകരമായിട്ടുള്ള ഒരു ജീവിതവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആഗ്രഹ സഫലീകരണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കി എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത്രയുമൊക്കെ നിങ്ങൾക്ക് ഈ ഗജകേസരി യോഗ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫലമാണ്. കൂടാതെ സാമ്പത്തികമായിട്ട് ഉന്നതിയും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പുണർന്നം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടക കൂറിലെ നക്ഷത്രക്കാർക്ക് ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള സമയമാണ്. ഗജകേസരി യോഗമൊക്കെ വരുന്ന ഒരു സമയമാണ്. ദാമ്പത്യത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഭവിക്കും. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ്. സംരംഭം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കുടുംബവും സൗഹൃദവും തുടങ്ങിയ ബന്ധങ്ങളെല്ലാം ആനന്ദകരവും സമാധാനപരവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വിദേശത്തേക്ക് പോകാനൊക്കെ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്തൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളാണ് കാണുന്നത്. കരിയർ ഉദ്ദേശിച്ച പോലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. മാനസികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് അകന്നു പോകുന്നതാണ്. സന്തോഷവും ശാന്തിയും സംതൃപ്തിയും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. അതുപോലെ തന്നെ അടുത്ത ഒരു 3 നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയിലെ ആദ്യത്തെ പകുതിയും വരുന്ന കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നേട്ടമാണ് വരുന്നത്. കർമ്മരംഗത്ത് പല ഭാഗ്യങ്ങളും അനുഭവം കൊണ്ട് വന്നു ചേരുന്നതാണ്. ഗുണഫലങ്ങൾ നിങ്ങളെ ഒരുപാട് തേടി വരുന്നതാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ആനന്ദവും സ്വസ്ഥതയും നിറഞ്ഞ ഒരു സമയമായിട്ടാണ് വരുന്നത്. വ്യാപാരം, സംരംഭം തുടങ്ങിയ ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. എന്ത് ആരംഭിച്ചാലും ഈ സമയത്ത് വളരെ അനുകൂലമാണ്. ദാമ്പത്യത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ തുലാം രാശിയിലുള്ള ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും വരുന്ന തുലാക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഈ ഗജകേസരി യോഗം വന്നു ചേരുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഫലങ്ങളും ഇവർക്ക് ലഭിക്കില്ലെങ്കിലും കുറച്ചൊക്കെയുള്ള ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. കരിയറിലെ ഉന്നതിയും സ്ഥാനമാനങ്ങളും കീർത്തിയും ഒക്കെ വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ്. വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും ഒക്കെ ഏറെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് തൃപ്തമായിട്ടുള്ള ഒരു കാര്യമൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ബുധന്റെ മാറ്റം കൊണ്ട് ഗജകേസരി യോഗം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയമൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ നക്ഷത്രം ഈ പറഞ്ഞിട്ടുള്ള സമയങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഏത് പാദത്തിലുള്ളതാണെന്ന് അറിയില്ല എങ്കിൽ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രാം പാദത്തിലാണ്
ജനിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ ഏത് പാദമാണെന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.